ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മൾ ഗ്രാനി 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഗ്രാനി 2വിനകത്ത് നമ്മൾ ഗ്രാനി 2വിനകത്താണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് മാക്സിമം എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കാം. സോ നമ്മൾ ഈസിയിൽ ഇടുവാണ്, കാരണം ഗ്രാനിയും ഗ്രാൻഡ് പേ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സോ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. സോ ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഇനി പുതിയ എസ്കേപ്പുകൾ ഇതിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. സോ നമ്മൾ ആ എസ്കേപ്പ് എല്ലാം ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഇതിനകത്ത് മാക്സിമം എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. കാരണം എസ്കേപ്പ് ചെയ്യുമെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, കാരണം ഏകദേശം നമുക്ക് കിട്ടുന്ന അത്രയും വെച്ച് നമുക്ക് കളക്ട് ചെയ്യണം. കാരണം എനിക്ക് ഫുൾ അറിയില്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒറ്റ വഴിയേ എനിക്കറിയത്തുള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ ഇതാണ്ട് ഇങ്ങോട്ട് വരിക, ഇതങ്ങോട്ട് തട്ടിയിടുക. ഓക്കെ, ദെൻ ഇപ്പം ഗ്രാനി ഇനി ഇങ്ങോട്ട് വന്നോളൂ. ഗ്രാനി ഇങ്ങോട്ട് വരും. സോ അപ്പോഴത്തേക്ക് നമ്മളിതാ ഓടി ഇവിടെ വന്നിട്ട് ദെൻ ഓക്കെ കുറച്ചിങ്ങോട്ട് മാറി നിന്ന് ഗ്രാൻഡ് പേ ഇങ്ങോട്ട് ഓക്കെ കാരണം ഗ്രാൻഡ് അപ്പുറത്തോട്ട് ഇടാൻ നമുക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. സോ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇതിനകത്ത് സ്റ്റൺ ഗൺ ഇല്ല. അപ്പം തീർന്നു ഗൈസ്, നമ്മളിന്ന് തീരുന്നതാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പുറത്തെ വഴി തുറന്ന ഒരു മിനിറ്റ് എടി, ഇവിടെ വെപ്പൺ കീ കിട്ടും കേട്ടോ, വെപ്പൺ കീ കിട്ടും. എടാ കിട്ടി സാധനം കിട്ടി നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി വലിയ സീനില്ല കേട്ടോ. സോ അപ്പം നമുക്ക് വലിയ സീനൊന്നുമില്ല, ഇനി നമുക്ക് വലിയ സീനില്ല. ഇനി നമുക്ക് തോന്നുമ്പോൾ നമുക്ക് അടിച്ചിട്ട് വന്ന് നമ്മളുടെ ഫസ്റ്റ് ആൾ വന്നിട്ടുണ്ട്. ഹെഡ് ഷോട്ട് ഒന്നുമില്ല, നമ്മൾ സ്റ്റൺ ഗണ്ണ തലക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തലയുടെ മൂള പോവും. അത് വേണ്ട ഇതെന്തുള്ളത്. ഇത് കിടന്ന് ഇച്ചിരി സീനാണ് കേട്ടോ, കാരണം ഗ്രാനിക്കത് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാണ്. സോ നമ്മളുടെ അപ്പാപ്പനെ വിളിക്കണം നമുക്ക്. അപ്പാപ്പ കമോൺ അപ്പാപ്പൻ എന്ത്? ഓക്കെ, അപ്പാപ്പൻ താ വരുന്നു. വിളിച്ച അപ്പം വരും കേട്ടോ. കഴുത്തിൽ താക്കോലൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം ഗൈസ്. അപ്പാപ്പൻ്റെ വേറെ സ്ഥലത്തൊക്കെയാണ് ഇത് കയറിപ്പോയത്, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പാപ്പ ഡോണ്ട് വരി, ചെറിയൊരു ഷോക്കെന്നേ ഉള്ളൂ, വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. ഓക്കെ സെറ്റ്. സോ ഇതല്ലേ സെക്യൂരിറ്റി റൂം, അതല്ലേ നമുക്ക് തുറക്കേണ്ടത്. അവിടെ ഇതിൻ്റെ ചാവിയൊന്നും ഇടാനില്ല, നമ്മളിങ്ങനെ തുറക്കുക. ഇതിനകത്ത് എന്താ ഡോർ ഹാൻഡിൽ കേസ്. ഓക്കെ, നമുക്ക് ക്യാമറയ്ക്ക് അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ വന്ന് നോക്കാം, ഇവിടെ എന്തുകൊണ്ടിരിക്കുന്നത്. പാഡ്ലോക്ക് ഭയങ്കര റെയറാണ് സാധനം കേട്ടോ. സോ അപ്പം ഇപ്പം ഞാൻ പിന്നെ പറയുന്നത്, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്താണെന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. പിന്നെ സബ് ചെയ്താണെങ്കിൽ എന്താണ് കേസ്, നിങ്ങൾ എല്ലാവരും സബ് ചെയ്തേക്കുക കേട്ടോ. ചിക്കൻ നമുക്ക് ചിക്കൻ കഴിക്കാം, നമുക്ക് ഇച്ചിരി പ്രോട്ടീനൊക്കെ അടിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഹെലികോപ്റ്ററിനെ യൂസ് ചെയ്യാൻ അറിയാവുന്നതാണ്. നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ മാനുവൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാലോ, നമുക്ക് ഈ ഇച്ചിരി ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ കൊച്ചുമോനെ അടിച്ചില്ല. ഡക്ക് ടേപ്പ് ആയിരുന്നല്ലേ ഇത്? ഓക്കെ ഡക്ക് ടേപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. സോ ഡക്ക് ടേപ്പോ അങ്ങനെയാണ് പറയുന്നത്. സോ നമുക്ക് ഇവിടെ സാധനം ഇട്ടിട്ട് ഈ കൊച്ചുമോനെ അടിച്ച് നമ്മൾ താഴെ ഇടണം. ഇവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം കാണും കേട്ടോ. സോ ഇതിവിടെ കിടക്കട്ടെ. ഓക്കെ, സ്റ്റണ്ണിന് വേണ്ടി കിടക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു എസ്കേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാനി 3 കളിക്കും. സോ ഗ്രാനി 3യുടെ ഒരു എസ്കേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതെല്ലാത്തിൻ്റെയും ഓരോരോ പിന്നെയും അതായത് ഇനി നമ്മൾ ഗ്രാനി 1 വെച്ചുള്ള ഒരു മെയിൻ ഡോർ എസ്കേപ്പ് ഉണ്ട് കേട്ടോ. മെയിൻ ഡോർ എസ്കേപ്പ് നമുക്ക് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആ 1ൻ്റെ മെയിൻ ഡോർ എസ്കേപ്പ് വേണോ ഗൈസ്? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1ൻ്റെ ഒക്കെ എസ്കേപ്പ്. 2ൻ്റെ എസ്കേപ്പും അറിയുന്നവർ കാണും. 3യുടെ എസ്കേപ്പുകൾ തൊട്ടാണ് നമുക്ക് അങ്ങോട്ട് വരുന്നത്. സോ പിന്നെ എൻ്റെ ഡിവൈസിൽ അതായത് ഈ ഫോണിൽ നമുക്ക് ഗ്രാനി 5 അയ്യോ ഗ്രാനിനെ വിളിച്ചപ്പോഴേ ഇങ്ങനെ കയറി വന്നു. ജോൻ്റെ പിന്നെ ഗ്രാൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കാട്ടി വലിയ ചാവലിലായിരിക്കും. സോ പെട്ടെന്ന് ഇല്ല, ഗ്രാൻഡ് വന്നിട്ടില്ല. സോ നമ്മുടെ സ്റ്റൺ ഗൺ അയ്യോ ചത്ത് എൻ്റെ അവന്നെ ഇപ്പം എന്താ ചെയ്ത്? രക്ഷപ്പെട്ടു. ഇവിടെ ആരും ഇല്ല. അപ്പോൾ നമുക്ക് സ്റ്റൺ ഗൺ എടുക്കാം. അല്ല സ്റ്റൺ ഗൺ എടുക്കാൻ ഇപ്പം ബാക്കിൽ ആരെങ്കിലും കാണും.
ഓക്കെ, ഇത് അയച്ചിട്ടുണ്ട്. സോ ഓക്കെ അപ്പം എടാ ഇനി ഗ്രാൻഡ് ഇച്ചിരി സീനാണ് കേട്ടോ ഇവര്. കാരണം ഇപ്പം തന്നെ നമുക്ക് 2 പേര് ഒരുമിച്ച് നിൽക്കും, അതായത് ഒരുമിച്ച് സ്പോൺ ആകുമ്പോഴുള്ള പ്രശ്നം ഇപ്പം മനസ്സിലായില്ലേ. അമ്മാതിരി സീനാണ്. അമ്മച്ചി വലിയ സീനല്ല കേട്ടോ. കാരണം അമ്മച്ചി അടിച്ചിട്ട് ഗ്രാൻഡ് പേ അടിച്ചിട്ട്, അതായത് അപ്പാപ്പനെ അടിച്ചിട്ടില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. എന്ന് വെച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അത് കാരണം എന്നറിയോ, നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും കിച്ചണിലോട്ട് കയറി ഇങ്ങോട്ട് വരുന്നത്. പൊട്ടുമെന്ന് വെച്ചാൽ പൊട്ടും. എടുത്തെടുത്തു. ഓക്കെ സെറ്റ്. സോ ഗ്രാൻഡ് പേ ഒറ്റയ്ക്ക് നിർത്തരുത്. കാരണം ഗ്രാൻഡ് പേ ഒറ്റയ്ക്ക് ഇന്ന് ഭയങ്കര സീനാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സീനാണ്. ഗ്രാൻഡ് പേ ഒക്കെ ഒറ്റയ്ക്ക് വയ്ക്കുവാണെങ്കിൽ മോനെ വെടി തീർന്നു നമ്മളുടെ. അത്രയ്ക്ക് സീനാണ്. സോ എടാ ഗ്രാൻഡ് പേ വന്നു. ഗ്രാൻഡ് പേ തീർത്തില്ലെങ്കിലേ ഇപ്പം നമ്മൾ ഗ്രാൻഡ് പേ ചുമ്മാ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം സീനാവും. ഓക്കെ, നമ്മളടുത്ത് നമ്മൾ കൊച്ചുമോനെ അടിച്ച് താഴെയിടാൻ പോവാണ്. കൊച്ചുമോനെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സീനാകും കേട്ടോ. കൊച്ചുമോനെ എന്തിയ കൊച്ചുമോൻ ജി, എന്താണ് കൊച്ചുമോൻ ജി ഇങ്ങനെ? വാ കൊച്ചുമോൻ അവിടെ പോകണം കേട്ടോ. പിന്നെ നമ്മളെ കണ്ടിങ്ങോട്ട് വരണം. അയ്യാ ചത്തി. എന്റെ പൊന്നമ്മച്ചി, ഞാൻ ചുമ്മാ ഒന്ന് അങ്ങോട്ട് ചെന്നേ ഉള്ളു. കൊച്ചിറക്കൻ ഇനി ശരിയാകത്തില്ല കേട്ടോ. ശരിയാകത്തില്ല. ചെറുക്കാൻ നിന്നെ കടിച്ച്. എടാ കൊച്ചുകുട്ടികൾ ചെയ്യുന്ന പണിയാണോടാ. അത്രയോടെ എൻ്റെ പുറത്തടിച്ച് കയറ്റിയിട്ടുണ്ട് നമ്മളത്. സിന്ധുവാണ് ഇത് ഇങ്ങനെയൊക്കെ കിടക്കുന്നേ. ഓക്കെ, സേഫ്റ്റി നമുക്ക് സെറ്റാക്കാം. ആരുടെ കാര്യം എൻ്റെ മുന്നേ ഇപ്പം ഞാൻ പേടിച്ച് പോയി. പൊന്നോ, എൻ്റെ പൊന്ന് സ്ലെൻഡറിന് ഞാനൊന്നും ചെയ്തില്ല. ആ ചെറുക്കൻ വന്ന് എന്നെ കടിച്ചേ. ഓക്കെ, എടാ ഗ്രാനി എന്തി? ഗ്രാനി നമുക്ക് ഒന്നും കൂടി ഉറക്കിയിട്ട് വേണം നമുക്ക് സെറ്റാവാൻ. എടാ ഞാൻ വിചാരിച്ചു ഗ്രാനി വന്നെന്ന്. ഓക്കെ എടാ, അപ്പം കഴിച്ച് അപ്പം നമുക്ക് ഗ്യാസിലും കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ബോട്ട് എസ്കേപ്പിന് ഏകദേശം എല്ലാം ആയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാരണം ബോട്ട് എസ്കേപ്പിന് ഇനി വേണ്ട എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ പാഡ്ലോക്കി ഉണ്ട്, ദെൻ ഗ്യാസിലുണ്ട്, ദെൻ നമ്മളുടെ കയ്യിൽ ബോട്ട് കീയും ഉണ്ട്. അപ്പം നമുക്ക് ഇനി വേറെ എന്ത് വേണ്ടേ? ഞാൻ മറന്നുപോയി എന്ത് വേണ്ടേ. സോ നമുക്ക് ബോട്ട് എസ്കേപ്പ് ഇപ്പം തന്നെ നടത്താൻ പറ്റുമോ? പറ്റുമെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ സീനിൽ നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് വരാമല്ലോ. എവിടെ നിന്നെങ്കിലും തപ്പി പിടിക്കാം. കാരണം നമ്മളുടെ കയ്യിൽ സ്റ്റൺ ഗൺ ഉണ്ട്, അതായത് വെപ്പൺ. ഓക്കെ, സ്പാർക്ക് പ്ലഗ്, പിന്നെ ഇവിടെ എന്താ സ്റ്റിയറിംഗ് വീലും വേണം. സ്റ്റിയറിംഗ് വീല് സ്റ്റാർട്ടാകും മോനെ. നീ സ്റ്റിയറിംഗ് തിരിക്കണ്ടെന്നേ ഉണ്ട്, നേരെ കൊണ്ട് ഇടിച്ചും കയറ്റി. ഓക്കെ സുഖേഷ്, അപ്പം നമ്മുടെ വീഡിയോ മിക്കവാറും നമ്മൾ എസ്കേപ്പ് ആവും കേട്ടോ. കാരണം ഒരു കുഴപ്പമില്ല, നമുക്കൊരു സീനും ഇല്ലാതെ നമുക്ക് സെറ്റ്. കാരണം ഒരു സീനില്ല, നമുക്ക് ഇതുവരെ ഒരു ഡേയും പോയിട്ടില്ല. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് അഡ്വാൻറ്റേജ് ചിലപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആണ്. അവസാനം വരുമ്പോൾ ഞാൻ കൊണ്ട് കലവടയും. അത് പണ്ടേ എനിക്കുള്ള പണിയാണ്. നമ്മൾ ഗ്രാനിക്കകത്തായാൽ പോലും ഞാൻ എന്തെങ്കിലും അവസാനം കൊണ്ട് കാണിക്കും കേസ്. അതൊരു എൻ്റെ പിന്നെ ഇപ്പം ഇതേപോലെ ഞാൻ വിളിച്ച് വരുത്തി ഞാൻ തന്നെ ചാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഓക്കെ, ഞാനിവിടെ നിന്ന് ഷോക്കടി. ഓക്കെ എടാ എന്തിയടാ അപ്പാപ്പൻ വേറെ അപ്പാപ്പൻ, അതാണ് നമ്മൾ നോക്കുന്നത്. വേറെ അപ്പാപ്പൻ അപ്പാപ്പൻ വന്ന് കഴിച്ച അപ്പാപ്പൻ പൊട്ടിയിട്ടുണ്ട്. അപ്പാപ്പൻ്റെ കഴുത്തി കയറ്റിയിട്ടുണ്ട് ഞാൻ. എന്തിയോടെ അത് വേറെ അപ്പാപ്പനും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കിടന്നോടെ. ഓക്കെ, ഗ്രാൻഡ്പാ. ഓക്കെ, അപ്പം നമുക്ക് ഇത് പരിപാടി നമുക്ക് ഒരു കാര്യം ചെയ്യണം കേട്ടോ. നമ്മളുടെ ഇത് എന്തിൻ്റെ പേര് ബോട്ട് കീ ഇതാണ്ടേ. സോ ഈ ബോട്ട് കീ എടുക്കണം. ബോട്ട് കീ എടുത്തിട്ട് ഇവിടെ നിന്നുണ്ടോ? ഇല്ല. സോ ബോട്ട് കീ നമുക്ക് അവിടെ കൊണ്ടുപോയിടാം. അതിന് നമ്മൾ ഏകദേശം ഇപ്പം തന്നെ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റൂ. അല്ല എസ്കേപ്പ് ആകാൻ പറ്റില്ലല്ലോ. നമുക്ക് സ്പാർക്ക് പ്ലഗ് വേണം. സ്പാർക്ക് പ്ലഗ് പിന്നെ ബോട്ട് വീലും വേണം. ബോട്ട് വീൽ മിക്കവാറും ഇച്ചിരി പാടായിരിക്കും എടുക്കാൻ. സോ അപ്പം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇല്ലില്ല
ഫ്രണ്ട് വീൽ എനിക്ക് തോന്നുന്നു മറ്റ് ക്രോബാർ ഇവിടെ കിടക്കുന്നുണ്ട്. സോ ക്രോബാർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എടാ നമുക്ക് ഹെലികോപ്റ്റർ സ്കേപ്പിന് പോരാ. ഹെലികോപ്റ്റർ സ്കേപ്പിന് എന്തൊക്കെയാണ് വേണ്ടത് എനിക്കറിയില്ല. നമുക്ക് ഹെലികോപ്റ്റർ സ്കേപ്പിന് എല്ലാം കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇത് മിക്കവാറും സീനാകും കേട്ടോ, കാരണം എല്ലാം കൺഫ്യൂഷനിലേക്ക് കിടക്കുവാണ്. നമുക്ക് ഇതിനുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അത് മാനുവൽ മാത്രം നമുക്ക് കിട്ടും. മാനുവലും ഡക്ക് ടൈപ്പും നമ്മളുടെ കയ്യിലുണ്ട്. അത് മാത്രം പോരാ. ഇത്ര സെറ്റാക്കി നമ്മൾ ഫുള്ള് ഇതാക്കണമെങ്കിൽ അത്രയും പോരാ. ഇനി സാധനങ്ങൾ ഇനിയുണ്ട്, അതെല്ലാം വേണം നമുക്ക്. സോ അത് ഒരു കാര്യമാണ്. സോ എടാ ഇപ്പം ഗ്രാനിയാണ് ഞാൻ തപ്പുന്നത്. ഗ്രാനി എന്തിയേ? സോ ഗ്രാനി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്കൊന്നൊരു 2 മിനിറ്റ് കഴിഞ്ഞ് കാണും, കാരണം ഞാൻ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞ് കാണും. അയ്യാ ചത്തി. എടാ ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഞാൻ എല്ലാം കൊണ്ട് കളയും. എടാ 2 സാധനം കൂടി മതി. പക്ഷെ നമ്മൾ ഡേ ടു ആയി. ഇനി നമുക്ക് 4 ദിവസം കൂടി ഉള്ളൂ. 4 ദിവസം കൂടി ഉള്ളൂ. നമ്മളുടെ 4 ദിവസം കൂടി ഉള്ളൂ. 4 ദിവസം തീർന്നു. ഞാൻ ഉറപ്പാ ഞാൻ തീർന്നു. കാരണം ഇനി ഞാൻ മിക്കവാറും എല്ലാം കൊണ്ട് കളയും. അതില്ലേ പ്രശ്നം. ഇനി ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരെണ്ണം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയെന്ന് വെച്ചാൽ ഇരട്ടി പണിയാവും. ഇനി മാക്സിമം ലൈഫ് പോകാതെ നോക്കണം. അതായത് ലൈഫ് നടക്കാൻ ഇനി അടുത്തൊരു ഡേ 3 കൂടി ആയി കഴിഞ്ഞാൽ അത്രയും കൂടി ഇതാവും ഗൈസ്. അതല്ലേ ഒരു പ്രശ്നം. അമ്മച്ചി എന്റെ പൊന്നമ്മച്ചി, ഇങ്ങനെയുള്ള പണിയൊന്നും എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. ഇത് അപ്പാപ്പൻ ബാ ഐസിയു ഞാൻ ഇപ്പൊ ഐസിയുലാക്കി തരാം. അത്രേ ഉള്ളൂ. നമ്മൾ വയറിനകത്ത് അടിച്ച് കയറ്റിയത് എല്ലായിരുന്നു പറയട്ടെ. അത്രേ ഉള്ളൂ. ഓക്കെ ബാ, നമുക്ക് പോയിട്ടേ നമ്മളുടെ പാഡ്ലോക്ക് എടുക്കുക. നമ്മൾ പോയി അതൊന്ന് തുറക്കുക. നമുക്ക് വലിയ പണിയൊന്നും ഇനിയില്ല കേട്ടോ. സോ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. സോ ഓക്കെ അതാണ്ട് ഇവിടെ എല്ലാവരും സാധനം. സോ ഗൈസ്, പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്ത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. കാരണം നമുക്ക് മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ. സോ നമ്മളുടെ വീഡിയോക്കൊക്കെ നമ്മൾ നല്ലൊരു കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. ഗുഡ് അതായത് നല്ല കമൻറ്റ്സ് ആണ് ഗൈസ്. സോ പിന്നെ നമുക്ക് ഒത്തിരി ഫോക്കസ് ചെയ്ത്, അതായത് നമുക്ക് FC മൊബൈൽ അങ്ങനെയുള്ള സംഭവത്തിനെല്ലാം ഫോക്കസ് ചെയ്ത് കളിക്കാൻ ഒത്തിരി ഇതൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കുക. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പിക്ചർ മൊത്തം നമുക്ക് കൊണ്ടുവന്ന് ശേഖരിച്ചിട്ട് അത് ഫുള്ളൊന്ന് കണക്ട് ചെയ്തിട്ടേ. ഓക്കെ ഹെലികോപ്റ്റർ കീ ഓക്കെ. ഇവിടെ ഹെലികോപ്റ്റർ കീ വെച്ച് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? കാരണം ഹെലികോപ്റ്ററിന് എനിക്കൊന്ന് ഡക്ക് ടൈപ്പ് വേണം, ഫ്യൂവല് വേണം, പിന്നെ നമ്മളുടെ അത്ര, പിന്നെ കീ വേണം, പിന്നെ മാനുവലും വേണം. സോ നമുക്ക് ചിലപ്പം അത് ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഡോർ ലോക്ക് വെച്ച് അടച്ചങ്ങ് വെക്കാം. അപ്പം എങ്ങനെ ഉണ്ടായിരിക്കും? അത് നല്ലതായിരിക്കും അല്ലേ? കാരണം ശരിയാടാ, ആ ഡോർ വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. സോ അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കാരണം ഗ്രാനിക്ക് പിന്നെ അതായത് നമുക്ക് താഴോട്ട് വന്നും പോയി ഒത്തിരി പണി ചെയ്യാനുണ്ട്. സോ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതേപോലെ നമുക്ക് ഇത്രയും കിടന്ന് നടക്കണ്ട. അതായത് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് മേലോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് റിസ്ക് കാണത്തില്ല ഇതിന് കേട്ടോ. സോ അപ്പം നമുക്കൊരു കാര്യം അടയ്ക്കുക, ഇങ്ങോട്ടങ്ങ് വെക്കുക. ഇനി ഡോർ ആരും തുറക്കത്തില്ല. സോ ഇനി ഒരു 3 നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, ഫസ്റ്റ് വന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റേ ഇങ്ങോട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ എല്ലാം സെർച്ച് ചെയ്യാം. സെർച്ച് എടാ അതെന്ത് വെപ്പൺ കീ. ഓക്കെ നമുക്ക് വെപ്പൺ കീ എടുക്കണം. സോ നമുക്ക് അതിന് ഇവിടെ കൊണ്ടുവെക്കാം. ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോ ആണ്. ഇനി ഇത് ബോട്ടിന്റെ വീൽ ഇവിടെ വല്ലതും കാണും കേട്ടോ, അതായത് അപ്പുറത്തോട്ട് കാണും. സോ അടുത്തുകൊണ്ട് വെക്കട്ടെ. ഓക്കെ
സോ ഗൈസ് അപ്പം നമ്മൾ പിന്നെ ചത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ മണ്ടയ്ക്കുന്ന് വീണ് നമ്മൾ ചത്തു. നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് അതേ സമയത്താണ് നമ്മളിട്ടത്. അതായത് മേളിലോട്ട് കയറിയ സമയത്താണ് നമ്മൾ ചത്തു. ഗൈസ് ഞാൻ പറഞ്ഞില്ല ഞാൻ കൊണ്ട് തറ കളയുന്നു. എനിക്കൊന്നും പറയാനില്ല. അത്രയ്ക്ക് അതായത് ജസ്റ്റ് ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഗൈസ്. അതും ഏകദേശം അവിടെയും നമ്മളെ ലൈഫ്, അതായത് നമ്മൾ ഒരു നൈറ്റും കൂടി പോയിട്ടിട്ടുണ്ട്. സോ മിക്കവാറും നമ്മൾ കാരണം വീഡിയോ ഏകദേശം നല്ല ലോങ് ആവും. കാരണം ഷടാ ജസ്റ്റ് മിസ്. ഓക്കെ, ആ ഗ്രാൻഡ് അവിടെ കിടന്ന് ഉറങ്ങും കേട്ടോ. സ്നീസ് അല്ല സ്നൂർ അല്ല സ്നീസ് അങ്ങനെ എന്തോ സാധനമാണ് നമുക്കറിയാം. ബട്ട് എന്താണ് കറക്റ്റ് ഒന്നും അറിയത്തില്ല. കുഴപ്പമില്ല. എടാ അങ്ങോട്ട് കയറി പോകണം. സോ ഗ്രാനി അമ്മച്ചി അല്ല കേട്ടോ സീൻ. സത്യം പറഞ്ഞ അമ്മച്ചി അല്ല സീൻ. ഇവിടുത്തെ ഓരോ ഡേഞ്ചർ ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സീൻ എന്ന് വെച്ചാൽ അതിനേക്കാൾ സീൻ. ഗ്രാനി എന്ത് അപ്പം ഞാൻ വായിലോട്ട് കയറി കൊടുത്തേനെ ഗ്രാനിയുടെ. സോ എടാ ഞാൻ സത്യം പറഞ്ഞ അതായത് നമ്മൾ ഈ ഒരു വീട്ടിൽ വന്ന് കയറിയിട, അതായത് അമ്മച്ചിയുടെ വീട്. ഇത് അമ്മച്ചിയുടെ വീടാണോ അപ്പാപ്പൻ്റെ വീടാണോ എനിക്കറിയത്തില്ല. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് അമ്മച്ചിയുടെ വീടാണോ അപ്പാപ്പൻ്റെ വീടാണോ? ഗ്രാനി ത്രീ എനിക്ക് തോന്നുന്നു അപ്പാപ്പൻ്റെ വീടാണ്. അതായത് ഇവിടുന്ന് കൊണ്ടുപോകാൻ തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്, എനിക്കറിയത്തില്ല കറക്റ്റ്. ഇതിപ്പോൾ ആരുടെ വീട്? ഇത് ഗ്രാനിയുടെ വീടല്ലേ ആണോ അതോ ഗ്രാൻഡ്പയുടെ വീടാണോ? ലോക്ക് ചെയ്തേ. ഈ ഒരെണ്ണം കൂടെ കൊണ്ട് വെക്കാറുള്ളു. ഓക്കെ, നമ്മൾ മേൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ 3 നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ 3ാമത്തെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എടാ അപ്പം ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് മറ്റേ തോക്ക് വെച്ച് വെടിവെച്ച് കളയുന്ന എനിക്കറിയാം. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇത് വേണം. അതായത് മറ്റേ എന്തിൻ്റെ പേര് വെപ്പൺ വേണം. അതായത് ഷോട്ട് ഗൺ വേണം. സോ ഷോട്ട് ഗൺ എടുത്തിട്ട് വരാം നമുക്ക്. സോ ഈ കീ കണ്ടോ? ഈ ഒരു കീക്ക് ഒരു വെറൈറ്റി ഞാൻ വിചാരിച്ചു. ഓക്കെ, സോ എടാ നിന്നെ ഞാൻ എന്താ വേണോടാ? നാശം പിടിച്ച സാധനം ഞാനതെടുത്ത് കൈ പിടിച്ച് കൊള്ളാടാ പോയി. നിൽക്കുക ശിവൻ. ഗ്രാനി ഇപ്പം ഇവിടെ കയറി വരും. അത് നിൽക്കുന്ന ശാന്തമായി തീരട്ടെ. അപ്പം നമ്മൾ താഴെ എത്തി നമ്മളുടെ വെപ്പൺ എടുത്തിട്ടുണ്ട്. വെപ്പൺ നമ്മൾ ഹെഡ് ഷോട്ടാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുറകെ തന്നെ അടിച്ചു വരണം. തിരിഞ്ഞാണ് അപ്പോഴാണ് നമ്മൾ അടിച്ചത് കേട്ടോ. അമ്മച്ചി ലൈറ്റ് സ്പീഡ് ആയതുകൊണ്ട് തിരിഞ്ഞ സമയത്ത് തന്നെ അടിച്ചു. അമ്മച്ചി കമ്മിങ് ഹെഡ് ഷോട്ട്. അമ്മച്ചിക്ക് ഹെഡ് ഷോട്ടാണ്. കാരണം അത് നമ്മുടെ പണ്ടത്തെ ഒരു പാരമ്പര്യമാണ്. അമ്മച്ചിക്ക് എന്താ വന്നൊരു ഹെഡ് ഷോട്ടാണ്. നമ്മൾ അമ്മച്ചി എന്നാണ് നമ്മൾ അമ്മച്ചി പറയുന്നത്. കാരണം നമ്മളുടെ അമ്മച്ചി അത്രയ്ക്ക് നമ്മളുടെ നല്ലൊരു അമ്മച്ചിയാണ് ഗൈസ്. ഓക്കെ സോ നേരെ കയറിപ്പോട്ടെ. സോ നമുക്ക് ഇനി ഇവിടുന്ന് ഉണ്ടയൊക്കെ കിട്ടും. സോ നമ്മളുടെ വെടിയുടെ ഉണ്ട ഇപ്പം കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് സെറ്റാക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഉണ്ട് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഉണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നടുക്കത്തെ വെച്ച് നോക്കട്ടെ. ഓക്കെ നമുക്ക് നടുക്ക് വെക്കാം. നടുക്ക് ഇവിടെ ആയിട്ട്. സോ ചിലപ്പം അടുത്ത നമ്മൾ നടുക്കത്ത് വരും. യെസ് ഗൈസ്, സെറ്റ്. ഓക്കെ സെക്കൻഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. സോ നമ്മൾ ലാസ്റ്റ് തരണം. സോ ഓക്കെ, കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ് കേട്ടോ. ഇടയ്ക്ക് നിങ്ങൾ സൗണ്ട് കുറഞ്ഞ പോലെ തോന്നി കാണും. അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. എടാ നാശം, അത് ഞാൻ കൊണ്ട് കളഞ്ഞു. കുഴപ്പമില്ല. ലാസ്റ്റ് പൊട്ടി. ഓക്കെ എടാ ഇതെല്ലാം കയറിപ്പോയില്ലേ തിരിച്ച്. നമുക്ക് സെറ്റാക്കായിരുന്നു. എടാ ഇങ്ങോട്ട് പോകരുത്. ഇവിടെ ഒരു സാധനം വേണം. അല്ലാതെ അങ്ങോട്ട് പോയി നമ്മൾ ചാവും. നമ്മളൊരു ലൈഫ് നമ്മൾ സേവ് ചെയ്ത് എങ്ങനെയോ. സോ അപ്പം നമ്മൾ എസ്കേപ്പ് ആവാനുള്ള തുമ്പുകളിലേക്ക് എത്തി നിൽക്കുവാണ്ടോ. പക്ഷെ എടാ അവിടെ ഇതില്ലായിരുന്നടാ. എന്തായിരുന്നു ബോട്ടിൻ്റെ ഇതില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മിക്കവാറും പെടും.
ഗ്രാനി ഇവിടെ വന്നിട്ടുണ്ട്. സോ ഗ്രാനി ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ ഓക്കെ. ആൻഡ് ഗൈസ്, കുറേ നേരമായിട്ട് ഞാനിവിടെ ഈ സാധനം തട്ടിയിട്ടോണ്ടിരിക്കുകയാണ്. ഇതുവരെ ഗ്രാനി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗ്രാനി ഗ്ലിച്ച് എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഒത്തിരി നേരമായി, മറ്റേതുമല്ല, ഒത്തിരി നേരമായി. ഞാൻ പറഞ്ഞൊരു 5-6 മിനിറ്റ് ആയി കാണും ഗൈസ്. ഞാൻ അത്രയും വീഡിയോ ലോങ് കാണുന്ന നേരമാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാഞ്ഞത്. എടുത്ത് ഏകദേശം ഞാനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണ് മിക്കവാറും. സോ എടാ, ഗ്രാനി സത്യം പറഞ്ഞ് കാണുന്നില്ല. ഇതുവരെ അതിനെ കണ്ടില്ല കേട്ടോ. ഗ്രാനി ഇവിടെ എവിടെ പോടാ? എത്ര നേരം വരുന്നത്? എത്ര നേരം ഈ സാധനം? ഓക്കെ എടാ, ഒന്നും കൂടെ തട്ടിട്ട്. എടാ ഗ്രാനി എവിടെ പോയി? സത്യമായിട്ട് ഇത് എത്ര പ്രാവശ്യം കൊണ്ട് ഞാൻ തട്ടിയിടുമെന്നറിയോ? ഗ്രാനി ഇവിടെ ഒന്നും കാണുന്നില്ല. ഗ്രാൻഡ് പ ഓക്കെടാ, ഗ്രാൻഡ് പേനെ തീർക്കാം നമുക്ക്. അല്ല, ഗ്രാൻഡ് പേനെ ഇപ്പം തീർക്കണം. അതാണ് എൻ്റെ ഡൗട്ട്. 2 M എടുക്കുക, എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ. എടാ ചൂടി, എടാ എന്തുവാടാ കാണിക്കുന്നേ? എടാ, നമ്മൾ ഷൂട്ട് ചെയ്താണ്, പക്ഷെ എല്ലായിടത്തോട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. എത്രാമത്തെ ഡേ ആണ്? 4th day ആണ്. അപ്പോൾ നമ്മൾ ചവറായി. ഡോണ്ട് വെറി, നമുക്ക് 2 സാധനവും കിട്ടിയിട്ടില്ല. കേട്ടോ. അതോ സ്പാർക്ക് പ്ലഗ് കിട്ടിയോ? സ്പാർക്ക് പ്ലഗ് കിട്ടിയെന്ന് തോന്നുന്നില്ലോ. എനിക്ക് തോന്നുന്നു കിട്ടിയില്ലെന്ന് തോന്നുന്നു. കിട്ടിയില്ല. സ്പാർക്ക് പ്ലഗ് കിട്ടിയില്ല. സോ നമുക്ക് ഇതിലെ കൂടി കയറി പോകാം കേട്ടോ. ഓക്കെ, നമ്മളുടെ ചുറ്റും ഫുള്ള് ബ്ലഡൊക്കെ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ഇവിടെ കിടപ്പുള്ളൂ, അത് നമുക്ക് എടുക്കാം. ഓക്കെ. എടാ ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് എൻ്റെ ഒരു ഡൗട്ട്. നമുക്ക് ആ സാധനങ്ങൾ ഇനി എവിടെ തപ്പണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഗ്രാനി ഇനി വാ ഗ്രാനി, എൻ്റെ പൊന്ന് ഗ്രാനി. ഗ്രാനി നമ്മൾ പറപ്പിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ആ ഗ്രാൻഡ് പേനെ കണ്ടുപിടിക്കണം. നമ്മൾ ഗ്രാൻഡ് പേ ഒറ്റയ്ക്കുന്നത് ശരിയല്ല കേട്ടോ. ഇതെന്തോടെ ഇത്? ക്രിക്കറ്റ് കളിക്കുന്നത്? ബാറ്റൊക്കെ എങ്ങനെ പിടിച്ചേക്കുന്നത്? ചേടാ, ഈ ഗ്രാൻഡ് പേ എവിടെ പോടാ? എൻ്റെ പിന്നെ ഗ്രാൻഡ് പേനെ കാണുന്നില്ലേ? ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഗ്രാൻഡ് പേ ആയിട്ട് നമ്മൾ ഉടക്കൊന്നുമില്ല. ഗ്രാനിയായിട്ടാണ് നമ്മൾ ഫുൾ ഉടക്കുക കേട്ടോ. ഗ്രാനിയാണ് നമ്മളെ ഉടക്കുന്നത്. ഗ്രാനിക്കാണ് നമ്മളോട് ഇത്രയ്ക്ക് ദേഷ്യം. എടാ, ഗ്രാൻഡ് പേനെ കാണുന്നില്ല ഇതുവരെ. ഗ്രാൻഡ് പേ എന്ത് ചെയ്യടാ? ഗ്രാൻഡ് പേനെ കാണുന്നില്ല. വേർ ഈസ് ഗ്രാൻഡ് പേ? ഗ്രാൻഡ് പേ ഇവിടെ കിടന്ന് ഉറങ്ങുമല്ല. അപ്പൊ ഗ്രാൻഡ് പേ എന്ത് ചെയ്യും? ഗ്രാൻഡ് പേ മിസ്സിംഗ് ആണ്. ഗ്രാൻഡ് പേ വേറെ എവിടെയോ പോയിരിക്കുകയാണ്. സോ എടാ ഗൈസ്, എന്തോ ഒരു ഡോർ അടയുന്ന സൗണ്ട് കേട്ടോ. ഡോർ അടയുന്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ട്. സോ യെസ്, ഞാൻ പറഞ്ഞില്ലേ അപ്പാപ്പനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്കറിയാം അപ്പാപ്പനാണ്. സോ നമുക്ക് താഴെ ഒരു സാധനം ഡിഗ് ചെയ്യണം, അല്ല പൊളിച്ചെടുക്കാറുണ്ട്. സോ അത് പൊളിച്ചെടുക്കാം. നമുക്ക് പൊളിച്ചെടുത്തിട്ട് നമുക്ക് വരാം. സോ എവിടെയായിരുന്നു? അതാണ്ടേ. ഓക്കെ. എടാ, സ്പാർക്ക് പ്ലഗ് ഇപ്പോഴാണ് സ്പാർക്ക് പ്ലഗ് കിട്ടിയത്. ഞാൻ വിചാരിച്ച സ്പാർക്ക് പ്ലഗ് കൊണ്ടുവച്ചെന്ന്. നമുക്കിനി ഒറ്റ സാധനവും കൂടി മതി. ആ ഒറ്റ സാധനത്തിന് വേണ്ടി നമുക്ക് 2 days ഉണ്ട് കേട്ടോ. അല്ല, ഒറ്റ ഡേ കൂടി ഉള്ളു. ഇതും കൂടി കഴിഞ്ഞാൽ ഒറ്റ ഡേ കൂടി ഉള്ളു. ഇല്ലടാ, ഇവിടെ ഒന്നും ഇല്ല. ബോട്ടിന്റെ വീൽ നമ്മൾ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? ബോട്ടിന്റെ വീലാണ്, എവിടെ പോയി കണ്ടുപിടിക്കും? ചത്തെത്ത്. ഒരു സംശയമില്ല, എത്തും. നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ സീനില്ല. ഇത് എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് പോലും അറിയത്തില്ല. നമ്മൾ ഈ ഷോട്ട് ഗൺ വെച്ചാൽ ഇതിനെ അടിക്കുന്നതല്ലാതെ വേറെ ഒരു ഗുണവുമില്ല.
എവിടെ പോടാ നമ്മളിനി? ഇതിപ്പോ നമ്മള് മറ്റേ ഈ സാധനം ഗ്ലാസ് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തുറന്നേ, ഡ്രോപ്പ് ചെയ്ത് ഇടാ. കാലിന് ശബ്ദം, ഞാൻ കാലിങ്ങനെ മറ്റേ നമ്മളുടെ വുഡൻ ഫ്ലോറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കത്തില്ലേ, അതേപോലെ ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ പിന്നെയും ചത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ചത്തത് ഗ്രാനി വന്ന് നമ്മൾ അടിച്ചിട്ടാണ്. നമ്മൾ താഴോട്ട് പോയി ചത്തു ഗൈസ്. ലാസ്റ്റ് ഡേ തീർന്ന്, നമ്മൾ തോറ്റ്. ഒന്നും പറയാനില്ല, നമ്മൾ തോറ്റിട്ടുണ്ട്. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക്. എന്തായാലും നമ്മൾ കളിക്കുക, ലാസ്റ്റ് വരെ നമ്മൾ കളിക്കുവാണ്. എന്തോ ചെയ്യണമെന്നറിയില്ല, ലാസ്റ്റ് വരെ നമ്മൾ കളിക്കുക. കിട്ടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. കിട്ടുവാണെങ്കിൽ ഒരു മിറാക്കിളാണ്. ഇല്ലെങ്കിൽ നമുക്കറിയാലോ, ഗ്രാനി ഫസ്റ്റ് പോലെ ഗ്രാനിയും ഗ്രാൻഡ് പേയും തൂക്കുമെന്ന് വെച്ചാൽ നമ്മൾ തൂത്ത് വാരും. നമ്മൾ അത്രേ ഉള്ളൂ. നമ്മൾ റിവെഞ്ചൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അത്രേ ഉള്ളൂ. ഓക്കെ, സ്റ്റൺ ഗൺ എടുത്തിട്ടുണ്ട്, എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പാപ്പൻ്റെ നേരെയല്ല കൊണ്ടത്, അത് ചിലപ്പോൾ ശരിയാവും. സോ നമ്മൾ ഇവിടെ വെച്ച് കണ്ടോ, ഇതിനകത്ത് വണ്ടയ്ക്കുന്നതാണ് താഴോട്ട് വീണേ. സോ ഗ്ലാസ് ഫ്യൂസ് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ മേളിലായിരിക്കും. ഓക്കെ, ഗ്ലാസ് ഫ്യൂസ് ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഗ്ലാസ് ഫ്യൂസ് ഇവിടെ പോയി, ഗ്ലിച്ചായോ? തീർന്നു. നമ്മൾ തീർന്നു. നമ്മളെ ഗ്ലാസ് ഫ്യൂസ് ഗ്ലിച്ചാടാ. പണി തീർന്നു. അല്ല ദാ നടക്കുന്നു ഗ്ലാസ് ഫ്യൂസ്. അജ്ജി, ഞാൻ ഒരുമാതിരി. ഓക്കെ, യെസ്. സോ യെസ്, ഇവിടെ ഒന്നുമില്ല. അപ്പം നമ്മൾ തീർന്നതാ ചേസ്. നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്താലോ? ഹെലികോപ്റ്ററിനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നാലോ? അതായിരിക്കും നല്ലത്. ഡക്ക് ടേപ്പ് വേണം, അത്രേ ഉള്ളൂ. ഡക്ക് ടേപ്പും ബാക്കി എല്ലാം ഉണ്ട് നമ്മളുടെ കയ്യിൽ. അപ്പം നമുക്ക് അത് ചെയ്താലോ? വേറെ വഴിയൊന്നും ഇല്ല ചേസ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അതേ ഉള്ള വഴി. സോ ടാറ്റ, ഗുഡ് ബൈ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്കതേ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനി നമുക്കതേ വഴിയുള്ളൂ. സോ ഇനി നമുക്കതേ വഴിയുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് ഈ ഗ്രാൻഡ് പേ എവിടെ നിന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇവിടെ ഇല്ല കേട്ടോ. എടാ, ഇതിനകത്ത് ഞെക്കാൻ. ഇതിനകത്തായിരുന്നു ഞങ്ങളുടെ പൊട്ടനായിട്ട്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഗ്രാൻഡ് പേ അവിടെ ഉണ്ട്. നമ്മളെ ചുമ്മാ നോക്കിയെന്നുള്ളൂ. ഓക്കെ, നീടെ സെക്യൂരിറ്റിക്ക് അതിന് അവിടെ ഓക്കേടാ നമ്മൾ രക്ഷപ്പെട്ടു. എടാ ചത്ത് ഒന്നും പറയില്ല, നമ്മൾ ചത്ത്. ഒന്നുമില്ല. നമ്മൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് മിക്കവാറും മാക്സിമം നമ്മൾ ശ്രമിക്കുമെന്ന്. ബട്ട് അതിനൊരു ഫലമില്ല. സോ നമ്മൾ അടുത്തൊരു റിവെഞ്ച് ഇതുമായിട്ട് നമ്മൾ വരും കേസ്. നമുക്കതൊക്കെ എത്രയല്ലേ ഉള്ളു. നമ്മൾ അടുത്തൊരു ഇതുമായിട്ട് അങ്ങ് വരും. നമ്മൾ ഗെയിമൊന്നും ഓവറായിട്ടില്ല കേസ്, ഗെയിമിന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ അടുത്ത റിവെഞ്ചിലാണ് നമ്മൾ വരുന്നത് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്.